ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. കാരണം ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ക്രിസ്തുമസ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് മീഷോയിൽ നിന്ന് വാങ്ങി കുറച്ച് ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് നല്ല റെസ്പോൺസാണ് തന്നത്. അതുപോലെ തന്നെ നല്ല കളക്ഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമൻ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയും ക്രിസ്തുമസ് കളക്ഷൻ തന്നെയാണ്. അതായത് റെഡും വൈറ്റും കോമ്പിനേഷനിലും അല്ലെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ റെഡ് ആ ഒരു കളർ മാത്രമാണ് ഞാൻ ചൂസ് ചെയ്തേക്കണം. അതും നല്ല രസമുള്ള കുർത്തയുണ്ട്, ഡ്രസ്സുണ്ട്, ക്രോപ്പ് ടോപ്പ് ഉണ്ട്, സ്കേർട്ട് ഉണ്ട്. അപ്പം നമുക്ക് ഈ ക്രിസ്തുമസിന് ഇടാൻ പറ്റുന്ന കുറച്ച് ഓപ്ഷൻസ് നല്ല ക്വാളിറ്റിയിൽ തന്നെ വരുന്ന കുറച്ച് ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു കുർത്തിയിലാണ് കേട്ടോ. കുർത്തി എന്ന് പറഞ്ഞാൽ അലിയ കട്ടിൽ വരുന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് കളറ്. ഇത് ആക്ച്വലി കറക്റ്റ് റെഡ് അല്ല, റെഡും പിങ്കും കൂടെ മിക്സ് ആവുന്ന ഒരു കളറില്ലേ. അതായത് ഭയങ്കര റെഡാണെന്ന് നമുക്കിങ്ങനെ തോന്നത്തില്ല, ചെറിയൊരു പിങ്ക് ഷെയ്ഡും കൂടെ നമുക്ക് തോന്നുന്ന ഒരു സോഫ്റ്റ് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഈ ഡ്രസ്സിൽ ഇതുപോലെ ഞാൻ പറഞ്ഞു അലിയ കട്ടാണ് വരുന്നതെന്ന്. അപ്പം നെക്ക് ചെറുതായിട്ട് ഒരു വി ഷേപ്പിൽ വരുന്ന നെക്ക് കഴിഞ്ഞിട്ട് നമുക്ക് അലിയ കട്ട് ഇങ്ങനെ വരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫ്ലെയർഡായിട്ട് കിടക്കുന്ന ഒരു ഡ്രസ്സാണ് ഇത്. ഡ്രസ്സ് വെച്ചാൽ കണ്ടില്ലേ, അത്യാവശ്യം ഫ്ലെയർഡായിട്ട് സ്ലിറ്റ് ഒന്നും ഇല്ലാതെ ഡ്രസ്സായിട്ട് വരുന്ന ഒരു റെഡ് ഷെയ്ഡിൽ വരുന്നതാണ്. പിന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് സാധാ ഒരു സ്ലീവാണ് കേട്ടോ, പ്രത്യേകിച്ച് ഒന്നുമില്ലാത്ത ഒരു സ്ലീവ്. ഇതിൽ പക്ഷേ ഇങ്ങനെ വെറുതെ അല്ല, ഒരു സ്റ്റിച്ചിങ് ഇങ്ങനെ നടുക്കേക്കിടേയും വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. വേറെ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് പറയണമെന്നില്ല, സ്ലീവിനെ കുറിച്ച് പറയാനൊന്നുമില്ല. മീഡിയം സൈസാണ് ഞാൻ വാങ്ങിയേക്കുന്നത്. ഇതെനിക്ക് ഓക്കെ ആണ്. പിന്നെ ഇത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള, ഏകദേശം ഇപ്പോൾ എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 154 സെൻറ്റിമീറ്ററാണ് എൻ്റെ ഹൈറ്റ്. ആ ഒരു ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ അടിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വൈറ്റോ അല്ലെങ്കിൽ റെഡോ ബോട്ടം ലെഗിൻസ് എന്തെങ്കിലും ഇടാം. ഇട്ടില്ലേലും പ്രശ്നമൊന്നുമില്ല. അതായത് ടൈസൊക്കെ ഇടാം. ടൈസ് ഇടേണ്ട ആവശ്യം അങ്ങനെ ഇല്ല. ഇത് അത്ര സീത്രൂ അല്ലാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലൈനിങ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ അകവശം, ഇങ്ങനത്തെ ഒരു ഷെയ്ഡിലാണ് വരുന്നത്. ഇതാണ് നമ്മൾ കാണുന്ന വശം. പിന്നെ ഇത് നല്ല സോഫ്റ്റ് ഫാബ്രിക്, ഞാൻ ഓൾറെഡി പറഞ്ഞു സോഫ്റ്റ് ജോർജറ്റിലാണ് വരുന്നതെന്ന്. നല്ല സുഖമാണ് കേട്ടോ, നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ല സുഖമുള്ള ഒരു ഫാബ്രിക്കാണ്. ഫാബ്രിക് ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ പെട്ടെന്നില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിൽ ആ അലിയ കട്ടിൻ്റെ ആ ഒരു കട്ട് ഇതിങ്ങനെ വെറുതെ ഒരു ഷേപ്പിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിൽ സാധാ പോലെ വന്നേക്കണത്. ഇതാണ് ബാക്ക് വന്നിട്ട്. നല്ല രസമുണ്ട് കേട്ടോ, സിമ്പിളായിട്ടുള്ള. പിന്നെ ഇതിൻ്റെ ചെറിയൊരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ചെറിയൊരു നെഗറ്റീവ് സൈഡ് എനിക്ക് തോന്നിയത് ഈ ലേസ് വന്നിട്ടുണ്ടല്ലോ. ലേസ് ഞാൻ ശരിക്കും കാണിച്ചു തരാം. ആ ലേസിൻ്റെ മുകളിലേക്കിടെ റെഡ് കളറിൽ ഇങ്ങനെ സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട്. അതിൽ ഇടയ്ക്ക്, അതായത് ഈ ഒരു ഭാഗത്ത് മാത്രം കുറച്ചിങ്ങനെ ത്രെഡ് പൊങ്ങി നിൽക്കുന്നുണ്ട്. അത് മാത്രമാണ് എനിക്ക് ആകെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ബാക്കിയെല്ലാം ഇത് അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 667 ആണ്. അതായത് 667 രൂപയ്ക്കാണ് നമുക്ക് ഇതുപോലത്തെ ഒരു ഡ്രസ്സ് കിട്ടുന്നത്. ആ ഒരു റേറ്റിനുള്ളതുണ്ട് ആക്ച്വലി. പിന്നെ ഇതിൻ്റെ വേറെ കളർ ഷെയ്ഡ് ഞാൻ കണ്ടിട്ടില്ല, ഈ ഒരു കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് റെഡിൽ വൈറ്റ് ഹാർട്ട് ഷേപ്പുള്ള ഒരു ഡ്രസ്സാണ്. ഇത് ഫുൾ ബോഡി ഈ ഒരു പ്രിൻറ്റ് മാത്രമാണ് ഉള്ളൂ കേട്ടോ, വേറെ പ്രിൻ്റ് ഇല്ലാത്ത സ്ഥലങ്ങളൊന്നുമില്ല. പിന്നെ ബാക്ക് ആണെങ്കിൽ അത്യാവശ്യം ഇറങ്ങിയിട്ടുള്ള ഒരു, അല്ല അങ്ങനെ ഇറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ, ഇതുപോലെയാണ് ഇതിൻ്റെ നെക്ക് വന്നേക്കണത്. അപ്പോൾ ഇതിൻ്റെ കോഡ് വന്നിട്ട് 7373154112 ആണ് ഇതിൻ്റെ കോഡ് വന്നിട്ട്. ഞാൻ താഴെ എഴുതിയേക്കാം, അത് വെച്ചിട്ട് നിങ്ങൾക്ക് വേഗം തന്നെ പർച്ചേസ് ചെയ്തു. സെക്കൻഡ് ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡ്രസ്സല്ല ഇതൊരു കുർത്തിയാണ്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു ഇത് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം ഇത് ഫുള്ള് റെഡാണ്. പിന്നെ ഇത് മീഷോയിൽ അത്യാവശ്യം എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന ഡ്രസ്സായിരിക്കും. ഇത് ഫുള്ളും ഈ ഫ്രണ്ട് മൊത്തം ഇങ്ങനെ സ്വീക്കൻസ് വർക്കാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ പ്ലെയിൻ ആയിട്ടാണ് വന്നത്. പിന്നെ സ്ലീവ് ആണെങ്കിലും സ്ലീവ് ഫുൾ സ്ലീവ് വന്നിട്ട് അതിൻ്റെ എൻഡിൽ ഇതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള അതേ സീക്വൻസ് വർക്ക് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ വാങ്ങിയേക്കുന്നത് മീഡിയം സൈസാണ് തന്നെയാണ് വാങ്ങിയേക്കുന്നത്. ഇതെനിക്ക് കറക്റ്റ് ഫിറ്റ് അല്ല, പക്ഷെ വൃത്തിക്കാണ് കിടക്കുന്നത്.
മീഡിയം എനിക്ക് ഓക്കെ ആണ്. സോ നിങ്ങൾ സൈസ് ചാർട്ട് നോക്കിയിട്ട് നിങ്ങളുടെ അതേ സൈസിലുള്ളത് തന്നെ വാങ്ങിയാൽ മതി. പിന്നെ ഇത് സ്ലിറ്റ്, രണ്ട് സൈഡിലും സ്ലിറ്റ് വരുന്നുണ്ട്. എനിക്ക് സ്ലിറ്റിന് എനിക്ക് തോന്നിയത് ദാറ്റ് ഞാൻ പറഞ്ഞു, ഞാൻ ഒത്തിരി ഹൈറ്റുള്ള ആളല്ല, അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ സ്ലിറ്റ് കുറച്ച് ഇറങ്ങി കിടക്കും. എനിക്ക് ഇതിൻ്റെ ഹൈറ്റ് ഓക്കെയാണ്, എനിക്ക് ലെങ്ത് ഇതിൻ്റെ ഓക്കെയാണ്, എനിക്ക് കറക്റ്റാണ്. പക്ഷേ ഇതിൻ്റെ സ്ലിറ്റ് കുറച്ചിങ്ങനെ ഇറങ്ങിയാണ് കിടക്കുന്നത്. കുറച്ചുകൂടെ കയറി വരായിരുന്നു എനിക്ക് തോന്നി. ദാറ്റ് ഇത് ഇപ്പം ഞാൻ ഇടുവാണെങ്കിൽ ഇതൊന്ന് ഈ സ്റ്റിച്ചിങ് ഒക്കെ പൊട്ടിച്ചിട്ട് ഇത് ഇച്ചിരോടെ ഒന്ന് കയറ്റും. ഈ സ്ലിറ്റ് കയറ്റിയിട്ട് ഞാൻ ഇടുകയുള്ളൂ. ദാറ്റ് എനിക്ക് ഇത്തിരി മീൻസ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി കിടക്കുകയാണ് സ്ലിറ്റ്, അതുകൊണ്ട് എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. പക്ഷേ ഇതിൻ്റെ ഫാബ്രിക്കൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇത് ഇടാനായിട്ട് ഇത് ജോർജറ്റ് ഫാബ്രിക്കിലാണ് വരുന്നത്, സോഫ്റ്റ് ജോർജറ്റ്. അതുകൊണ്ട് തന്നെ ഇത് നല്ല സുഖമാണ് കേട്ടോ. പിന്നെ ഈ സ്ലീവിലാണെങ്കിൽ ഇവിടെ ഒന്നും ലൈനിങ് വരുന്നില്ല. ഇവിടെ മീൻസ് ഇതിങ്ങനെ അറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ഇച്ചിരി ഒരു കട്ടിയൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഇതിൽ ലൈനിങ് വരുന്നുണ്ട്, അതായത് വിത്ത് ലൈനിങ് ആണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഇത്രയോടെ നന്നായിട്ട് ഫാബ്രിക് നിങ്ങൾ കണ്ടില്ലേ? ഇതുപോലെയാണ് ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട്. ഇത് എവിടെയാണ് ത്രെഡ് ഒന്നും പൊങ്ങിയിട്ടൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെയുള്ള സ്റ്റിച്ചിങ് ഒക്കെയാണ് ഇതിൽ വന്നേക്കുന്നത്. ഓവറോൾ നമ്മൾ കൊടുക്കുന്ന റേറ്റ് വെച്ചിട്ടാണെങ്കിൽ ഇത് നല്ല വെർത്തി ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. അഫോർഡബിൾ റേഞ്ചിൽ തന്നെയാണ് നമുക്കിത് കിട്ടുന്നത്. സോ നിങ്ങൾക്ക് ക്രിസ്മസിന് ഇതിപ്പോൾ ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് റെഡ് ഷെയ്ഡ് തന്നെ ലെഗിൻസ് ഇടാം, വേണമെങ്കിൽ വൈറ്റ് ഇടാം. വൈറ്റിനേക്കാളും നല്ലത് റെഡ് തന്നെ, ഈ ഒരു എക്സാക്റ്റ് കളർ തന്നെ അതിൽ ചൂസ് ചെയ്യുമായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നിയത്. സോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ 358. ഇനി ഇതിൻ്റെ കളേഴ്സ് വേറെ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പം ഞാനിത് ഇതിൻ്റെ കൂടെ, അതായത് ഇത് ക്രിസ്മസ് കളക്ഷൻ എന്നുള്ള രീതിയിൽ എടുത്തതുകൊണ്ട് ഞാൻ റെഡും അല്ലെങ്കിൽ വൈറ്റും മാത്രമാണ് എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ വേറെ കളേഴ്സ് ഉണ്ട് കേട്ടോ, ബ്ലൂ, പിങ്ക്, എല്ലാ കളേഴ്സും നമുക്ക് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം. നല്ല ഫാബ്രിക്കാണ്, അതുപോലെ തന്നെ റേറ്റും തീരെ കുറവാണ്. 358 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നുള്ളൂ. സോ ഇത് നിങ്ങൾക്ക് വാങ്ങാം. പിന്നെ ഇതിൻ്റെ കോഡ് വന്നിട്ട് 296745204 ആണ് ഇതിൻ്റെ കോഡ്. താഴെ എഴുതിയേക്കാം, അത് വെച്ചിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. സോ ഇത്ര ഉണ്ടെന്നുള്ളൂ സെക്കൻഡ് വൺ. ഇനി തേർഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി, ഇപ്പോൾ ഇത്രയോളം നേരം ഞാൻ കാണിച്ചത് കുർത്ത അല്ലെങ്കിൽ ഡ്രസ്സാണെങ്കിൽ, ഇതിനി നമ്മൾ ക്രിസ്മസിനൊക്കെ കൂടുതലും ജീൻസ് ഇടാറുണ്ട് അല്ലേ? ജീൻസ് ഇടുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സല്ല, ഒരു ടോപ്പാണ് ഇത്. അതായത് ജീൻസിൻ്റെ ഒപ്പം പെയർ ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സ്, കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള, ക്രോപ്പ് ടോപ്പ് അല്ല, കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഈ ഒരു ഡ്രസ്സ് സൂപ്പറാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ഇങ്ങനത്തെ പ്രിൻ്റാണ് ഫുൾ ബോഡി വരുന്നത്. അതുകൊണ്ട് ഇത് അലിയ കട്ടിലാണ് വരുന്നത്. നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു ടോപ്പില്ലേ, അതുപോലെ തന്നെയാണ്. ഇതിന് കുറച്ച് ഷോർട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. അത് നല്ല ലെങ്തി ആയിട്ടുള്ള ഡ്രസ്സായിരുന്നു. ഇത് ഷോർട്ടാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ നമുക്ക് ജീൻസ് പെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് അത്യാവശ്യം ഫാബ്രിക്കിന് കട്ടിയുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് അടിയിൽ സ്ലിപ്പ് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിൽ ലൈനിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇത് സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ മീൻസ് ഇത്രയും വർക്കൊക്കെ ഉള്ളൂ. ഇതിനെക്കുറിച്ച് വേറെ പ്രത്യേകിച്ച് പറയാനില്ല. ഇതിന് ഏറ്റവും ഹൈലൈറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഇട്ടിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്ലീവാണ്. ഫുൾ സ്ലീവാണ് വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. നിങ്ങൾക്ക് ക്രിസ്മസിന് ഇത് സൂപ്പറായിട്ട് ഇട്ടിട്ട് പോകാം. ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. നമുക്ക് വലിയ ഹെവി ഫീലൊന്നും തോന്നത്തില്ല. ജീൻസിൻ്റെ ഒപ്പമൊക്കെ നമ്മൾ പെയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് സിമ്പിൾ ഒരു ലുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ചുകൂടെ ഓക്സിഡൈസ്ഡ് വലിയൊരു കമ്മലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇയറിങ്സ്, ജ്വല്ലറിയൊക്കെ അതനുസരിച്ച് സ്റ്റൈൽ ചെയ്യുവാണെങ്കിൽ ഇതിന് വേറൊരു ലുക്കും കൂടെ കിട്ടും. അടിപൊളി ലുക്കൊക്കെ നമുക്ക് കിട്ടും. സോ പിന്നെ ഞാൻ വാങ്ങിയിരിക്കുന്ന സൈസ് വന്നിട്ട് 36 മീഡിയം സൈസാണ് ഞാൻ വാങ്ങിയത് അല്ലേ? എനിക്കിത് കറക്റ്റ് സൈസാണ് കേട്ടോ. എനിക്കിത് കറക്റ്റായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ കറക്റ്റ് സൈസ് തന്നെ എടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 308 ആണ്. 308 രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഡ്രസ്സ് ടോപ്പ് കിട്ടുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ജീൻസിനൊക്കെ കൂടെ നിങ്ങൾക്ക് പെയർ ചെയ്ത് ഇടാം. നല്ല ഓപ്ഷനായിരിക്കും. സോ ഇനി നമ്മുടെ അടുത്ത ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു വൈറ്റ് ടോപ്പാണ്, അതായത് ക്രോപ്പ് ടോപ്പാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ജീൻസാണ് ഇടുന്നതെങ്കിൽ ജീൻസിൻ്റെ കൂടെ നിങ്ങൾക്ക് പെയർ ചെയ്യാം. പക്ഷേ
അതിൽ നല്ലത് നമ്മളൊരു റെഡ് സ്കേർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഈ വൈറ്റും കൂടി ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര എലഗൻ ലുക്ക് നമുക്കിത് കിട്ടും. അതായത് എനിക്ക് എപ്പോഴും ക്രിസ്തുമസിന് ഇടാനായിട്ട് ഇഷ്ടമുള്ള ഒരു കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് ഇതുപോലത്തെ ഒരു ക്രോപ്പ് ടോപ്പ്, അതിൻ്റെ താഴെ ഒരു റെഡ് സ്കേർട്ട്. അത് നല്ല രസമായിരിക്കും. ഞാൻ കഴിഞ്ഞ ക്രിസ്തുമസിന് ഞാൻ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അത് നല്ല രസമാണ്. ക്രിസ്മസിന് അങ്ങനെയൊക്കെ ഇടുമ്പോഴത്തേനും നല്ല ഭംഗി ഉണ്ടാകും. പക്ഷേ എല്ലാ ക്രിസ്മസിനും നമുക്ക് അങ്ങനെ ഇടാൻ പറ്റത്തില്ല. ഓരോ ക്രിസ്മസിനും ഓരോന്നും നമ്മൾ ചൂസ് ചെയ്യണം. അപ്പോൾ ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമായെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫാബ്രിക്ക് നല്ല ഫാബ്രിക്ക്. നിങ്ങൾ നന്നായിട്ടൊന്ന് കണ്ടു നോക്ക്. ഫാബ്രിക്ക് വന്നിട്ട് കണ്ടില്ലേ, ഓക്കെ, ഇതുപോലത്തെ ഫാബ്രിക്. ദാറ്റ് നല്ല ക്വാളിറ്റിയിൽ വരുന്ന കോട്ടൺ ഫാബ്രിക്കാണ് കേട്ടോ ഇതിൽ വന്നിങ്ങനെ. അത്രയും നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഇതിൻ്റെ ലൈനിങ് വരുന്നുണ്ട് വിത്ത് ലൈനിങ്. പിന്നെ ഇതിൻ്റെ നെക്ക്, അതായത് നെക്ക് കുറച്ച് വൈഡായിട്ടുള്ള പോലെ ആണ്. അതായത് സ്ക്വയർ നെക്ക്, ബാക്കിലും ഫ്രണ്ടിലും സ്ക്വയർ നെക്ക് ഒരേപോലെ തന്നെ കട്ട് ചെയ്തേക്കണതാണ് കേട്ടോ. കണ്ടില്ലേ? പിന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഒരുപാട് ഇറക്കമില്ല, ഇവിടെ വരെ ഇതിൻ്റെ സ്ലീവിന് ലെങ്ത് ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ അടിയിൽ നമുക്ക് എലാസ്റ്റിക് ആണ് വെച്ചേക്കുന്നത്. നല്ല രസമുണ്ട്. ഇങ്ങനെ ഒത്തിരി പഫായിട്ട് ഇങ്ങനെ നിൽക്കത്തില്ല, ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന പോലത്തെ സ്ലീവാണ്. നല്ല രസമുണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം, ഈ ടോപ്പിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ഫ്രില്ല് പോലെയാണ് വരുന്നത്. കണ്ടില്ലേ, ഇതുപോലെ ഫ്രില്ല് പോലെ വരുന്നു. അത് മാത്രമല്ല ഇതിൽ രണ്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാനല്ല, നമുക്കിതിങ്ങനെ വലിച്ചിട്ട്, ഇത് പക്ഷേ ഒത്തിരി ഇങ്ങനെ വലിയുന്നില്ല, കാരണം എവിടേക്കോ സ്റ്റിച്ച് കൂട്ടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ ഇതിങ്ങനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്റ്റൈലിൽ ഇങ്ങനെ കിടക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ സ്റ്റൈൽ ചെയ്തിട്ട് ഈ ടോപ്പ് ഇടാൻ പറ്റും. അപ്പം ഞാനൊരു സ്കേർട്ടിൻ്റെ ഒപ്പം നിങ്ങൾക്ക് പെയർ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ സ്കേർട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീൻസിൻ്റെ ഒപ്പം ആണെങ്കിലും ഇത് പെയർ ചെയ്യാം. ജീൻസിൻ്റെ കൂടെ ഇട്ടാലും നല്ല രസമാണ്. ഇപ്പോൾ ക്രിസ്മസിന് റെഡ് അല്ലെങ്കിൽ വൈറ്റ്, ഗ്രീൻ ആ ഒരു കളറല്ല, നിങ്ങൾക്ക് വേറെ ഇഷ്ടമുള്ള കളറൊക്കെ ഇടാൻ പറ്റും. എന്നാലും ക്രിസ്മസിൻ്റെ കളറ് വൈറ്റാണ്. അപ്പോൾ വൈറ്റും അതിൻ്റെ കൂടെ ജീൻസ് ഇട്ടാലും നല്ല ലുക്കായിരിക്കും, നല്ലതായിരിക്കും. സോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 273, അതായത് 273 രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു ടോപ്പ് കിട്ടുന്നത്. ആ ഒരു ടോപ്പിൽ ഇത് ഭയങ്കര വർത്തിയാണ് കേട്ടോ. ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഇത് തന്നെയാണ്, ക്വാളിറ്റി. ഡ്രസ്സിൻ്റെ അത്ര അപാര ക്വാളിറ്റിയിലാണ് ഇത് വരുന്നത് കേട്ടോ. നല്ല ക്വാളിറ്റി ഫാബ്രിക്കാണ്. ഇത് പോകുമെന്ന് തോന്നുകയില്ല, കാരണം അത്രയ്ക്ക് സൂപ്പർ ക്വാളിറ്റിയിലാണ് വരുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ക്രിസ്മസിന് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഈ ഒരു വൈറ്റ് ടോപ്പ് എപ്പോഴും നമ്മുടെ വാർഡ്രോബിലുള്ളത് നല്ലതാണ് കേട്ടോ. കാരണം നമുക്ക് ഏതൊരു സ്കേർട്ടിൻ്റെ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ പാൻസിൻ്റെ കൂടെ ആണെങ്കിലും ബോട്ടത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാം. അത് മാത്രമല്ല വൈറ്റ് ടോപ്പിന് അല്ലെങ്കിൽ വൈറ്റ് ഡ്രസ്സിന് എപ്പോഴും ഒരു ക്ലാസ് ലുക്ക് തരുകയും ചെയ്യും. സോ നിങ്ങൾ എപ്പോഴും ഒരു വൈറ്റ് ഡ്രസ്സ് അല്ലെങ്കിൽ വൈറ്റ് ടോപ്പ് ഇതെല്ലാം നമ്മുടെ കയ്യിൽ ഒരെണ്ണം നമുക്ക് എപ്പോഴും കരുതാം, നല്ലതായിരിക്കും. സോ ഇതിന് കോഡ് വന്നിട്ട് 24320816 ആണ് എൻ്റെ കോഡ്. സോ നിങ്ങൾ വേഗം പോയി വാങ്ങിക്കൂ. ഒരുപാട് റേറ്റ് ഒന്നുമില്ല. റേറ്റ് നമ്മൾ കൊടുക്കണേക്കാളും നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് ഇത്. സോ നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്കേർട്ടാണ് വാങ്ങിക്കണത്. സ്കേർട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്രീപ്പ് ഇതുപോലെ ഇത് ഒരുപാട് ഞാൻ പറയുന്നില്ല. ദാറ്റ് ഇതുപോലത്തെ സ്കേർട്ട് ഒത്തിരി നമുക്ക് ഇപ്പോൾ മീഷോയിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ആമസോണിലാണെങ്കിലും മിന്ത്രയിലാണെങ്കിലും എല്ലായിടത്തും നമുക്ക് ഇതുപോലത്തെ കുറേ സ്കേർട്ടുകൾ കാണാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇതിന് മുന്നേ ഞാൻ ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ ഇത് ഹോൾ കാണിച്ചപ്പോഴത്തേന് അതിൽ ഞാൻ ഒരു സ്കേർട്ട് കാണിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ കോമൺ ആയിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ സ്കേർട്ടിൽ നിന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വരുന്ന കുറേ സ്കേർട്ടുകളുണ്ട് ഇതുപോലത്തെ. പക്ഷേ അത് ഞാൻ വാങ്ങിയപ്പോഴും എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ക്വാളിറ്റിക്ക് നല്ല വ്യത്യാസമുണ്ട്. ക്വാളിറ്റി ക്രീപ്പ് മെറ്റീരിയൽ ആണെങ്കിൽ പോലും ഇതിങ്ങനെ അടുപ്പിച്ചാണ് ഇങ്ങനെ ഫുൾ താഴെ വരെ ഇങ്ങനെ ചുരുങ്ങി കിടക്കും. അതുപോലെ തന്നെ ഇത് അത്യാവശ്യം നമ്മൾ പിടിക്കുമ്പോൾ കട്ടി തോന്നുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ നമ്മളിപ്പോൾ വേറെ ഒന്നും ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും അതുമല്ല ഇത് നല്ല ലെങ്തി ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇത് ആംഗിൾ ലെങ്ത് ആയിട്ടുള്ള ഒരു സ്കേർട്ടാണ്. ആംഗിൾ ലെങ്ത് നല്ല ലെങ്തിയാണ്.
പിന്നത്തെ ഇതിൻ്റെ കളർ ഓപ്ഷൻസ് വേറെയും ഉണ്ട്. ഞാൻ ഈ ഒരു കളർ ചൂസ് ചെയ്തതേ ഉള്ളൂ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിലാണെങ്കിൽ ഇങ്ങനെ പിങ്ക്, മജന്ത, പീച്ച് ആ ഒരു കളറാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ഗ്രീനും വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വൈറ്റും അല്ലെങ്കിൽ ഓഫ് വൈറ്റും ഇതിലുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വൈറ്റ് ക്രോപ്പ് ടോപ്പ്, ഇപ്പം ഞാൻ ആദ്യം കാണിച്ച ക്രോപ്പ് ടോപ്പ് ആണെങ്കിലും ഇതിൻ്റെ കൂടെ പെയർ ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ വൈറ്റും ഇപ്പോൾ ക്രിസ്മസ് കളക്ഷനിൽ ഞാൻ എന്തുകൊണ്ട് ഇത് കാണിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാക്റ്റ് റെഡ് വേണമെന്ന് തന്നെയൊന്നുമില്ല. എല്ലാവർക്കും ഇപ്പോൾ കറക്റ്റ് റെഡ് ഇതിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു സ്കേർട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ വൈറ്റ് ടോപ്പിൻ്റെ കൂടെ പെയർ ചെയ്താൽ, വൈറ്റ് ടോപ്പെന്ന് വേണ്ട, ഇപ്പോൾ ഓഫ് വൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, ചെറിയൊരു ഗ്രീൻ, ഒലിവ് ഗ്രീൻ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ചെറിയൊരു ഗ്രീൻ ഷെയ്ഡൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഭംഗിയായിരിക്കും. സോ നിങ്ങൾക്ക് ഇതും വാങ്ങാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞു വേറെ കളേഴ്സും പ്രിൻറ്റുകളും എല്ലാം അവൈലബിൾ ആണ്. അതെല്ലാം നോക്കിയിട്ട് വാങ്ങിയാൽ മതി. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 294 ഉള്ളി. ഞാൻ പറയാൻ കാര്യം, നമ്മൾ സാധാരണ ഞാൻ പറഞ്ഞ പോലെ കുറേ ടോപ്പുകൾ അല്ല സ്കേർട്ടുകൾ ഇതുപോലത്തെ കാണാറുണ്ട്. പക്ഷേ അത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം ഇതും കൂടെ വാങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ക്വാളിറ്റിക്ക് നല്ല വ്യത്യാസം തോന്നി. അതുപോലെ ലെങ്തിയാണ്. ഞാൻ ഇട്ട വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദാറ്റ് നല്ല ലെങ്തി ആയിട്ടാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ടാണ് കിടക്കുന്നത്. നല്ല ഭംഗിയുണ്ട്, ഒരു ക്ലാസ് ലുക്ക് തരുന്നുണ്ട്. സോ നിങ്ങൾ എന്തായാലും ഇത് വാങ്ങാൻ ഞാനായിട്ട് ഹൈലി റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു സ്കേർട്ടാണിത്. ഇതിൻ്റെ കോഡ് വന്നിട്ട് 4342963338 ആണ് ഇതിൻ്റെ കോഡ്. ഇത് കോഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അത് വെച്ചിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. സോ ഇത്രേ ഉള്ളൂ ഈ ഒരു സ്കേർട്ടിനെ കുറിച്ച് പറയാനായിട്ട്. അത്യാവശ്യം ഫ്ലെയർഡ് ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള സ്കേർട്ടാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. ഇനി നെക്സ്റ്റ് സ്കേർട്ട്. പിന്നെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഡ്രസ്സ് ഹോളിൽ എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ നമ്മുടെ ഡ്രസ് ഹോളിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയിലാണ് വന്നേക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന റേറ്റിനേക്കാളും ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ വെർത്തി ആയിട്ടുള്ളൊരു ഡ്രസ്സുകളും സ്കേർട്ടുകളും എല്ലാമാണ് കേട്ടോ ഇന്നത്തേൽ വന്നേക്കുന്നത്. സോ നമ്മുടെ ഈ ഒരു സ്കേർട്ട് ഇതും ഫുൾ ലെങ്തിലുള്ള സ്കേർട്ടാണ്. വൈറ്റ് കളറാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ റെഡ് കളറ് ക്രോപ്പ് ടോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റും. പിന്നത്തെ ഈ സ്കേർട്ട് ഇത് പിടിക്കുമ്പോൾ തന്നെ എന്നെ വെയിറ്റാന്ന് പറയുമ്പോൾ നല്ല വെയിറ്റുള്ള നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്ന ഈ വൈറ്റ് സ്കേർട്ട് ഉണ്ടല്ലോ, ഇത് കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത്. അത് മാത്രമല്ല ഹക്കോബ പോലത്തെ ഒരു ഫുൾ അതായത് ഫുള്ളും ഈ സ്കേർട്ട് മൊത്തം ഇങ്ങനെ ചെറിയ ഇങ്ങനെ കട്ട് വർക്ക് പോലെ വന്നിട്ടുണ്ട്. ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കണ്ടില്ലേ ഈ ക്വാളിറ്റി ശരിക്കും കണ്ടോ? പക്ഷേ നല്ല ക്വാളിറ്റി. നമ്മൾ സാധാരണ വൈറ്റ് എടുക്കുമ്പോൾ വൈറ്റ് എന്ത് ഡ്രസ്സ് എടുത്താലും നമുക്ക് ആദ്യമുള്ളൊരു കൺസേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സീത്രൂ ആകാം അല്ലേ? നമ്മൾ സീത്രൂ ആകാം. ഏറ്റവും കൂടുതൽ വൈറ്റിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൺസേൺ ആവുന്നത്. ഇത് ട്രാൻസ്പെറൻ്റ് ആണോ അല്ലെങ്കിൽ സീത്രൂ ആണോ, വൈറ്റ് അല്ലേ? എനിക്ക് കുറേ കമൻറ്റ് അങ്ങനെ തന്നെ എന്നോട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഈ വൈറ്റ് ഡ്രസ്സൊക്കെ വരുമ്പോൾ എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഇത് സീത്രൂ ആണോ എന്നുള്ളത്. പക്ഷേ ഈ ഒരു സ്കേർട്ടിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. വേറെ ഒന്നുമല്ല, നല്ല കട്ടിയിൽ കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ ഇതിൻ്റെ അടിയിൽ നല്ല ഒരു ലൈനിങ് വരുന്നുണ്ട്. ലൈനിങ് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഇത്ര ലെങ്തിലാണ് വെച്ചാൽ ഇവിടെ ഞാൻ ഈ പിടിച്ചാണ് ഇവിടെ വരെയാണ് ഇതിൻ്റെ ഇത് ലൈനിങ് വന്നേക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് ലൈനിങ് ഇല്ല. എങ്കിൽ കൂടെ ലൈനിങ് ഇല്ലാത്ത സ്ഥലത്ത് പോലും നമുക്ക് അധികം സീത്രൂ അല്ല ഇത്. ചില അത്രയും ക്വാളിറ്റിയിൽ തന്നെയാണ് ഇത് വരുന്നത്. എന്ത് ക്വാളിറ്റിയിലാണെന്ന് നല്ല വെയിറ്റും നല്ല ക്വാളിറ്റിയും നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതിങ്ങനെ എത്ര പീസാണെന്ന് പറയുമ്പോൾ 4-5 പീസാണ് ഇത് വെച്ചടിച്ചേക്കണം. അതായത് ഇവിടെ നിന്ന് ഒരു പീസ്, ഇത് സെക്കൻഡ് വൺ, ഇത് തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിൽ എത്രത്തോളം ഫ്ലെയർഡ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് ഇത്, അല്ല സ്കേർട്ടാണ് ഇതെന്ന്. ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ അടിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ലോക്ക് ചെയ്തേക്കുവാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. ലോക്ക് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. നല്ല രസമുള്ള നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള വൈറ്റ് സ്കേർട്ടാണ്. വൈറ്റ് സ്കേർട്ട് പൊതുവേ നമുക്ക് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം വൈറ്റ് സ്കേർട്ടിന് അല്ലെങ്കിൽ വൈറ്റ് കളേഴ്സിന് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും എന്നെനിക്ക് തോന്നിയേക്കണേ. പിന്നെ ഇതിൻ്റെ കളർ വേറെ കളേഴ്സൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ, വൈറ്റ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. നിങ്ങൾക്ക് ഈ വൈറ്റ് ഞാൻ പറഞ്ഞ പോലെ വൈറ്റ് എപ്പോഴും ഒരെണ്ണം എന്തെങ്കിലും സ്കേർട്ടോ അല്ലെങ്കിൽ ടോപ്പോ ഒക്കെ നമ്മൾ വൈറ്റ് കരുതി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം വൈറ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് പെയർ ചെയ്താലും ഒരു പ്രത്യേക ഭംഗിയായിരിക്കും.
പിന്നെ ഇതിൻ്റെ ഈ ഒരു സ്കേർട്ട്, അത് ഇത്രയും നല്ല സ്കേർട്ടിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 336 336 രൂപയ്ക്കാണ് എനിക്ക് ഈ ഡ്രസ്സ്, ഈ സ്കേർട്ട് കിട്ടിയേക്കണത്. അതായത് ഫുൾ ലെങ്തിൽ നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടുന്ന ഈ ഡ്രസ്സിൻ്റെ വില 336 രൂപ മാത്രം. സോ നിങ്ങൾ സമയം കളയണ്ട, ഇപ്പം തന്നെ ക്രിസ്മസിനുള്ള നമ്മൾ ഡ്രസ്സ് എടുക്കൽ എല്ലാവരും ആയിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കും, പെട്ടെന്ന് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളിത് കണ്ട് അപ്പം തന്നെ പോയി ഓർഡർ ചെയ്തു. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടൊന്നും അങ്ങനെ ഇല്ല, കാരണം എനിക്കിഷ്ടമായി. പിന്നെ ഇതിൻ്റെ കോഡ്, ഓക്കെ, എൻ്റെ കോഡ് വന്നിട്ട് 97448887 ആണ് എൻ്റെ കോഡ്. താഴെ എഴുതിയേക്കാം. അത് വെച്ചിട്ട് നിങ്ങൾ വേഗം തന്നെ പോയി ഓർഡർ ചെയ്തു. ഇതിലേത് ഓർഡർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത്രയുണ്ടായിരുന്നോളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഇനിയും ഓർഡർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ക്രിസ്മസിനുള്ള ഡ്രസ്സുകളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഷടപടീന്ന് ഇതിലുള്ള ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അത്ര നല്ല ക്വാളിറ്റിയിൽ നല്ല ഡ്രസ്സുകളൊക്കെ ആയിരുന്നു ഇന്ന് കാണിച്ചത്. സോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച്.